നമസ്തേ. അക്രമ സമരങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇന്ത്യയിൽ നിരോധിക്കാൻ കഴിയുമോ? എംപിമാരും MLA-മാരുമുള്ള പാർട്ടികൾക്കും നിയമം ബാധകമാണോ? സമരത്തിന്റെ പേരിൽ അക്രമം അഴിച്ചുവിടുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇന്ത്യയിൽ നിരോധിക്കാൻ കഴിയുമോ? കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ED, CBI ഉദ്യോഗസ്ഥരെ ആക്രമിച്ചാൽ എന്ത് നടപടികളാണ് നിയമം അനുവദിക്കുന്നത്? എംപിമാരും MLA-മാരുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലും നിരോധിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഈ വിഷയങ്ങളാണ് രാജ്യത്തെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(b) പ്രകാരം പൗരന്മാർക്ക് സമാധാനപരമായി സമ്മേളിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ അക്രമം നടത്താനും പൊതുമുതൽ നശിപ്പിക്കാനും ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ആരും അവകാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സമരത്തിന്റെ പേരിൽ കലാപം സൃഷ്ടിക്കുന്ന സംഘടനയ്ക്കെതിരെ ഇന്ത്യയിലെ നിയമ സംവിധാനത്തിൽ ശക്തമായ വകുപ്പുകൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഈ നിയമത്തിലെ വകുപ്പ് 3 പ്രകാരം രാജ്യസുരക്ഷയ്ക്കോ ക്രമസമാധാനത്തിനോ ഭീഷണിയാകുന്ന ഒരു സംഘടനയെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ച് നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. നിരോധനം എന്നാൽ ആ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ഓഫീസുകൾ കണ്ടെടുക്കാനും ഫണ്ടുകൾ തടയാനും UAPA വകുപ്പുകൾ അനുവദിക്കുന്നു. ഇതിനൊപ്പം ഭാരതീയ ന്യായ സംഹിതയായ BNS പ്രകാരവും കലാപം സൃഷ്ടിക്കൽ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് വ്യക്തിപരമായും കൂട്ടായും കേസെടുക്കാം. സമരത്തിന് പേരിൽ സർക്കാർ ഓഫീസുകളോ പൊതുമുതലോ നശിപ്പിക്കൽ, പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം കർശനമായ ശിക്ഷ ലഭിക്കും. ചില സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാര തുകയും നേതാക്കളിൽ നിന്ന് ഈടാക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഇനി ഒരു പ്രധാന ചോദ്യം: MPമാരും MLA-മാരുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലും നിരോധിക്കാൻ കഴിയുമോ? ഉത്തരം അതെ, കഴിയും. പാർലമെന്റിലോ നിയമസഭയിലോ അംഗങ്ങളുണ്ട് എന്നത് ഒരു പാർട്ടിക്ക് നിയമത്തിന് മുകളിലുള്ള പ്രത്യേക പരിരക്ഷ നൽകുന്നില്ല. ഒരു സംഘടന രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുകയാണെങ്കിൽ UAPA പ്രകാരം ആ സംഘടനയെ നിരോധിക്കാൻ കഴിയും. അത്തരമൊരു പാർട്ടി നിരോധിക്കപ്പെട്ടാൽ അതിന്റെ പേരിൽ പ്രവർത്തിക്കാനോ പാർട്ടി ചിഹ്നം ഉപയോഗിക്കാനോ കഴിയില്ല. ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുക്കളും മരവിപ്പിക്കപ്പെടാം. നിരോധിക്കപ്പെട്ട സംഘടനയിൽ അംഗമായി തുടരുകയും പിന്നീട് കോടതി ശിക്ഷിക്കുകയും ചെയ്താൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം MPമാർക്കും MLA-മാർക്കും അയോഗ്യത നേരിടേണ്ടി വരാം. ഇനി മറ്റൊരു ചോദ്യം: ED, CBI പോലുള്ള കേന്ദ്ര ഏജൻസികളെ ആക്രമിച്ചാൽ അവർക്ക് പാർട്ടി നിരോധിക്കാൻ ആവശ്യപ്പെടാനാകുമോ? നേരിട്ട് നിരോധിക്കാൻ അവർക്ക് അധികാരമില്ല. എന്നാൽ അന്വേഷണം തടസ്സപ്പെടുത്തുന്നതോ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതോ സംഘടിത രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് കണ്ടെത്തിയാൽ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ UAPA പ്രകാരം നടപടികൾ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ ഉൾപ്പെടെ ചില രാഷ്ട്രീയ സംഘടനകൾ മുൻപ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 1948 മുതൽ 1951 വരെ സായുധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിരോധനം നേരിടേണ്ടി വന്നിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ചില തീവ്രവാദ കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇനി ഒരു സംശയം കൂടി: നിരോധിച്ചാൽ മറ്റൊരു പേരിൽ പാർട്ടി രൂപീകരിക്കാൻ കഴിയുമോ? വെറും പേര് മാറ്റിയാൽ മതിയാകില്ല. അതേ നേതൃത്വവും അതേ ലക്ഷ്യവും അതേ പ്രവർത്തന രീതിയും തുടരുന്നതായി കണ്ടെത്തിയാൽ പുതിയ സംഘടനയെയും പഴയ നിരോധിത സംഘടനയുടെ ഭാഗമായാണ് നിയമം കാണുക. അതിനാൽ ഫ്രണ്ട് ഓർഗനൈസേഷൻ അഥവാ മറവി സംഘടനകൾക്കും നിയമം ബാധകമാണ്. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: ഒരു സംഘടന UAPA പ്രകാരം നിരോധിക്കപ്പെട്ട ശേഷം അതിനുവേണ്ടി ആള് കൂടുകയോ ഫണ്ട് പിരിക്കുകയോ സമരം സംഘടിപ്പിക്കുകയോ ചെയ്താൽ അതും ശിക്ഷാർഹമായ കുറ്റമാണ്. സംഘടനയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് തടവും പിഴയും ലഭിക്കാം. അക്രമത്തിലേക്കോ ജീവഹാനിയിലേക്കോ കാര്യങ്ങൾ നീങ്ങിയാൽ അതിലും ഗുരുതരമായ ക്രിമിനൽ കേസുകൾ നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സമാധാനപരമായ പ്രതിഷേധം ജനാധിപത്യ അവകാശമാണ്. എന്നാൽ അക്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, ക്രമസമാധാനം തകർക്കൽ എന്നിവ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിയമപരമായി അനുവദിച്ചിട്ടില്ല. ആവശ്യമായ സാഹചര്യങ്ങളിൽ അത്തരം സംഘടനകൾക്കെതിരെ UAPA ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഇന്ത്യൻ നിയമ സംവിധാനത്തിന് അധികാരമുണ്ട്.